ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് പെർമനൻറ്റ് ഹൈപ്പോത്തിസിസ് ഓഫ് കൺസെപ്ഷൻ ആണ്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് നോബൽ പ്രൈസ് വിന്നിംഗ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മിൽട്ടൺ ഫ്രിഡ്മാൻ ആണ്. 1957 ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഡ്യൂസൻബെറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് പോലെ തന്നെ ഇവിടെയും ഇൻകവും കൺസെപ്ഷനും തമ്മിലുള്ള റിലേഷൻ പ്രപ്പോർഷണൽ ആണെന്ന് ഫ്രിഡ്മാൻ തിയറി പറയുന്നു. കൺസെപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ പെർമനന്റ് ഇൻകം, നോട്ട് കറന്റ് ഇൻകം. കൺസെപ്ഷൻ അബ്സല്യൂട്ട് ഇൻകത്തിനെയോ റിലേറ്റീവ് ഇൻകത്തിനെയോ അല്ല, മറിച്ച് പെർമനന്റ് ഇൻകത്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഫ്രിഡ്മാൻ ഇവിടെ പറയുന്നത്. സോ അങ്ങനെ അദ്ദേഹം പെർമനന്റ് ഇൻകത്തിലും പെർമനന്റ് കൺസെപ്ഷനും ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്തുകയും ഇതിനെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുകയും ചെയ്തു. ഫ്രിഡ്മാൻ നിലവിലെ ഇൻകത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് വൈ എന്ന ഇൻകത്തിനെ ട്രാൻസിറ്ററി ഇൻകം വൈ ടി ആയിട്ടും പെർമനന്റ് ഇൻകം വൈ പി ആയിട്ടും ഡിവൈഡ് ചെയ്തു. വൈ പി എന്നത് മീൻ ഇൻകമാണ്, ലോങ് റണ്ണിൽ ലഭിക്കുന്ന ഇൻകമാണ്. വൈ ടി എന്നത് ട്രാൻസിറ്ററി ഇൻകം, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിക്കുന്ന വരുമാനമാണ്. ദാറ്റ് ഈസ് ലോട്ടറിയോ മത്സരത്തിലോ അങ്ങനെയൊക്കെ കിട്ടുന്ന ഇൻകമാണ് വൈ ടി. കൂടാതെ കൺസെപ്ഷനെ പെർമനന്റ് കൺസെപ്ഷൻ എന്നും ട്രാൻസിറ്ററി കൺസെപ്ഷൻ എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സി പി എന്ന പെർമനന്റ് കൺസെപ്ഷൻ ആണ്. ലോങ് റണ്ണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് സി പി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സി ടി എന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവുകൾ. അപ്രതീക്ഷിതമായിട്ട് വരുന്ന രോഗം, അതിന് ചെലവാക്കുന്ന എമൗണ്ട്, അതെല്ലാം സി ടിയിൽ പെടുന്നതാണ്. ഫ്രെഡ്മാന്റെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് പറയുന്നത് പെർമനന്റ് ഇൻകം പെർമനന്റ് കൺസെപ്ഷനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് സി പി ഈക്വൽ ടു കെ ഇൻറ്റു വൈ പി, വേർ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസെപ്ഷൻ ഈക്വൽ ടു ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസെപ്ഷൻ. സോ എം പി സി ഈക്വൽ ടു എ പി സി. ഇതിന്റെ ബേസിക് അസംഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നോ കോറിലേഷൻ ബിറ്റ്വീൻ പെർമനന്റ് ആൻഡ് ട്രാൻസിറ്ററി കമ്പോണൻസ്. ട്രാൻസിറ്ററി കമ്പോണൻസിനും പെർമനന്റ് കമ്പോണൻസിനും ഇടയിൽ കോറിലേഷൻ ഇല്ല. ഫോർ സൊസൈറ്റി ആസ് എ ഹോൾ, ആവറേജ് വൈ ടി ഈക്വൽ ടു 0, സി ടി ഈക്വൽ ടു 0. ഒരു സൊസൈറ്റിയുടെ ഹോൾ ആവറേജ് ട്രാൻസിറ്ററി ഇൻകവും ട്രാൻസിറ്ററി കൺസെപ്ഷനും 0യോട് ഈക്വൽ ആണ്. അടുത്തത് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ്. ഷോർട്ട് റണ്ണിലെ എം പി സി ലെസ് ദാൻ എ പി സി. ഷോർട്ട് റണ്ണിലെ എം പി സി എന്നത് എ പി സിയേക്കാൾ കുറവാണ്. ഇൻകത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ കൺസെപ്ഷൻ അനുസരിച്ച് മാറുന്നില്ല. അതുകൊണ്ടാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസെപ്ഷൻ എന്നത് കൂടുതലാണ്, എം പി സിയേക്കാൾ കൂടുതലായിരിക്കുന്നത്. ലോങ് റണ്ണിലെ എം പി സി ഈക്വൽ ടു എ പി സി. ലോങ് റണ്ണിലെ ട്രാൻസിറ്ററി ഫാക്ടേഴ്സ് ഔട്ട് ആവുകയും പെർമനന്റ് ഇൻകത്തിനനുസരിച്ച് കൺസെപ്ഷൻ അഡ്ജസ്റ്റഡ് ആവുകയും ചെയ്യുന്നു. എക്സ്പ്ലെയിൻസ് സ്റ്റേബിൾ ലോങ് റൺ കൺസെപ്ഷൻ പാറ്റേൺസ് ഡിസ്പൈറ്റ് ലോങ് ടേം ഫ്ലക്ച്വേഷൻസ്. ഇൻകത്തിൽ വരുന്ന താൽക്കാലിക മാറ്റങ്ങൾക്കിടയിലും ലോങ് റൺ കൺസെപ്ഷൻസ് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നു. ഇനി ഡയഗ്രത്തിലേക്ക് വന്നാൽ സി എസ് ആർ എന്നത് ഷോർട്ട് റൺ കൺസെപ്ഷൻ ഫംഗ്ഷൻ ആണ്. സി എൽ ആർ എന്നത് ലോങ് റൺ കൺസെപ്ഷൻ ഫംഗ്ഷൻ ആണ്. വൈ ആക്സിസിൽ ഇൻകവും എക്സ് ആക്സിസിൽ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചറുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ലോങ് റണ്ണിൽ സി പി ഈക്വൽ ടു കെ ഇൻറ്റു വൈ പി ആണ്. ലോങ് റണ്ണിൽ ഇത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഷോർട്ട് റണ്ണിലാണെങ്കിൽ ഇത് ഷോർട്ട് പീരീഡ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇമേജിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ ബിയും എ ബിയും ഇത് ട്രാൻസിറ്ററി ഇൻകത്തിനെയാണ് കാണിക്കുന്നത്. എം ബി ആൻഡ് എ ബി റെഡ് ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസിറ്ററി ഇൻകത്തിനെയാണ് കാണിക്കുന്നത്. എൽ എന്ന പോയിന്റിൽ ട്രാൻസിറ്ററി ഇൻകം എന്നത് 0 ആണ്. ഇവിടെ എം എൽ എൻ എന്ന ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈൻ പെർമനന്റ് ഇൻകം ആണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് വൈ പി ടു ടു വൈ പി 1 ആൻഡ് സി പി ടു ടു സി പി 1. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പെർമനന്റ് ഹൈപ്പോത്തിസിസ് ഓഫ് കൺസെപ്ഷൻ ആണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.